മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. സമ്പൽ സമൃദ്ധിയുടെയും സ്നേഹത്തിന്റെയും സമർപ്പണത്തിന്റെയും ദിവ്യസ്മൃതിയാണ് തിരുവോണം. കേരളക്കരയാകെ ആബാലവൃന്ദം ജനങ്ങളും മതിമറന്ന് ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണം എന്ന് പറഞ്ഞാൽ ഓണസദ്യ, പൂക്കളം, പുതുവസ്ത്രങ്ങൾ, അങ്ങനെ എന്തൊരു സന്തോഷമാണല്ലേ. എന്നാൽ ഈ ആചാരങ്ങൾക്കെല്ലാം പിന്നിൽ ഒരു രഹസ്യമുണ്ട്. ആ രഹസ്യം എന്താണെന്ന് ഇന്ന് നമുക്ക് പറഞ്ഞു തരാൻ നമ്മോടൊപ്പം ഉള്ളത് പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ ഷീബ സിസ്റ്ററാണ്. സ്വാഗതം സിസ്റ്റർ. ഓം ശാന്തി. ഓം ശാന്തി. എന്താണ് സിസ്റ്റർ ഇതിന്റെ പിന്നിലെ രഹസ്യം? മാവേലി നാട് വാണിയിടുന്ന കാലം എന്ന് പറയുമ്പോൾ തന്നെ ശരിക്കും ഈ സൃഷ്ടിയുടെ ആരംഭകാലത്തിൻ്റെ ഒരു സ്മൃതിയാണത്. സത്യയുഗം, അതായത് മാവേലിയുടെ നാട്ടിൽ പറയുന്നുണ്ടല്ലോ, കള്ളവുമില്ല ചതിയുമില്ല എന്ന് പറയുന്നല്ലോ. അതായത് സത്യം മാത്രം നിറഞ്ഞതായിരിക്കുന്ന യുഗം, അതിൻ്റെ പേരാണ് സത്യയുഗം എന്ന് പറയുന്നത്. ഈ സൃഷ്ടിയിൽ എല്ലാവരും ഒരുപോലെ സമ്പൽ സമൃദ്ധി അനുഭവിച്ചിരുന്ന കാലഘട്ടം, സത്യതയും സുഖവും ശാന്തിയും മാത്രം നിറഞ്ഞതായിട്ടുള്ളൊരു ലോകം. അവിടെ ഉച്ചനീചത്വങ്ങൾക്ക് മാവേലിയുടെ കാലഘട്ടത്തെ പറയുമ്പോൾ രാജാവുണ്ട്, പ്രജകളുണ്ട്, പ്രജകൾക്കെല്ലാം അവനവൻ്റെതായിട്ടുള്ള ഡ്യൂട്ടികളുണ്ട് എന്ന് കരുതിയിട്ട് നീ താഴ്ന്നവൻ ഞാൻ ഉയർന്നവൻ എന്നൊരു വിചാരധാര അവിടെ ഉണ്ടായിരുന്നില്ല. അതായിരുന്നു ഈ സൃഷ്ടിയുടെ ആരംഭ കാലഘട്ടം. അങ്ങനെ സമ്പൽ സമൃദ്ധമായിരുന്ന ഒരു ഭാരതഭൂമി, ആ ഭാരതഭൂമിയുടെ ഭാഗമായിരുന്ന നമ്മുടെ കേരളഭൂമി. അങ്ങനെയുള്ളതായിരിക്കുന്ന ശ്രേഷ്ഠ കാലഘട്ടത്തിൻ്റെ സ്മൃതിയാണ് ശരിക്കും മഹാബലി ചക്രവർത്തിയുടെ കഥയായിട്ട് പറയുന്നത്. ഇതിൽ ഒരു കാര്യം മാത്രം നമുക്കൊന്നും കൂടെ, നമ്മുടെ എല്ലാ ഭാരതത്തിലെ പുരാണങ്ങൾ നോക്കിയാലും പുരാണത്തിലെ കഥകൾ നോക്കിയാൽ ആക്ച്വൽ ആ സ്റ്റോറി അല്ല നമ്മളോട് പറയാൻ ഉദ്ദേശിച്ചത് ഋഷിമുനിമാർ. ആ കഥയ്ക്ക് പിന്നിലൊരു രഹസ്യമുണ്ട്. കഥ മാത്രം നമുക്ക് വായിച്ചാൽ അതങ്ങനെ സംഭവിക്കാവോ ഇങ്ങനെ സംഭവിക്കാവോ നമുക്ക് 100 ചോദ്യങ്ങൾ മനസ്സിൽ വരും. അതുകൊണ്ട് ആ കഥയ്ക്ക് പിന്നിലൊരു രഹസ്യം നമ്മളോട് പറയാൻ ഉദ്ദേശിച്ചായിരുന്നു എല്ലാ കഥകളും ഉണ്ടാക്കിയത്. അതുകൊണ്ട് മഹാബലി ചക്രവർത്തി എന്ന് പറയാൻ കാരണം ആ പേരിന് തന്നെ ഒരു മഹത്തായ അർത്ഥമുണ്ട്. മഹാൻ ബലിയാണ് മഹാബലിയായിട്ട് മാറുന്നത്. എന്തിൻ്റെ മഹാൻ ബലി? ഒരു തൻ്റെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധി വരണമെങ്കിൽ ഇന്നത്തെ ലോകത്തിലൊന്ന് കണ്ണോടിച്ച് നോക്കിയേ. ഒരാൾക്ക് തൻ്റെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും സുഖവും സന്തോഷവും ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നെ ഒരു മഹാൻ ബലിയില്ലാതെ നടക്കില്ലല്ലോ. ആരാണോ തൻ്റെ ജീവിതത്തിലെ സ്വസ്ഥമായ ഉറക്കം, ആഹാരം കഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആസ്വദിച്ചുള്ള ജീവിതം, ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് തൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ഹൈറ്റ്സ് നേടിയേ പറ്റൂ എന്നുള്ള വിശ്വാസത്തോടു കൂടി ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകൾ, അവർ കുട്ടികളാണെങ്കിലും ഒരു പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങുന്ന കുട്ടികളാണെങ്കിൽ അവർ ചേട്ടനും അനിയത്തിയും കൂടി കളിച്ച് സമയം കളഞ്ഞു, കല്യാണത്തിന് പോയി, കാതുകുത്തിന് പോയി, പാലുകുടിക്ക് പോയി, ഇങ്ങനെ സമയം ചെലവഴിക്കുന്ന കുട്ടികളൊരിക്കലും നല്ല റാങ്ക് വാങ്ങാറില്ല. അങ്ങനെ വാങ്ങുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ത്യാഗം, തൻ്റെ സുഖം ഒഴിവാക്കും, TV ഒഴിവാക്കും, പാട്ട് ഒഴിവാക്കും, എന്നിട്ട് പഠിക്കും. അതുകൊണ്ട് ആ കുട്ടി പഠനത്തിൽ ഹൈറ്റ്സ് നേടും. ജീവിതത്തിൽ തൻ്റെ സക്സസ് നേടിയിട്ടുള്ളതായിരിക്കുന്ന ഏതൊരു പേഴ്സണാലിറ്റിയുടെ കഥ എടുത്ത് വായിച്ചു നോക്കിയാൽ അവരാരും തന്നെ തൻ്റെ ജീവിതത്തിൽ സ്വസ്ഥമായിട്ട് ഉറങ്ങി നടന്നിട്ട് ആരും നേടിയിട്ടില്ല. ഞാനിപ്പോഴും ഓർമ്മിക്കും, നമ്മളുടെ സ്പേസ് എക്സ് കമ്പനിയുടെ ഓണർ ടൈം ബ്ലോക്ക് ആണ് അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾ തന്നെ. അതായത് 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് സമയം അദ്ദേഹം നിശ്ചയിച്ചിരിക്കുകയാണ്. ഓരോ 10 മിനിറ്റ് കഴിയുമ്പോൾ ചെക്ക് ചെയ്യും, ഈ 10 മിനിറ്റ് സമയം ഞാനങ്ങനെ ഉപയോഗിച്ചു, അടുത്ത 10 മിനിറ്റ് ഞാനങ്ങനെ ഉപയോഗിച്ചു. അങ്ങനെ തൻ്റെ ലൈഫിൽ ഓരോ ദിവസവും ടൈം ബ്ലോക്ക് ഫിക്സ് ചെയ്തിട്ട് ടൈമിന് ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം തൻ്റെ ലൈഫിൽ ഈ ഹൈറ്റ്സിൽ എത്തിയത്. സാധാരണ പോലെ സ്വസ്ഥമായിട്ടുണ്ടു, ഊണ് കഴിഞ്ഞു, കുറച്ചൊന്ന് ഉറങ്ങി, അത് കഴിഞ്ഞ് രാത്രിയായി ആഹാരം കഴിച്ചു, ക്ഷീണിച്ചു, ബസ് കയറി വന്നു, ക്ഷീണിച്ചു, ഇങ്ങനെയുള്ള ആരും എവിടെയും ലൈഫിലെത്തിയിട്ടില്ല. അപ്പം അതുകൊണ്ട് സമർപ്പണത്തിലൂടെ മാത്രമാണ് ലൈഫിൽ എന്തും മനുഷ്യൻ നേടാൻ സാധിക്കുള്ളൂ. നമ്മുടെ ഓണം ആഘോഷിക്കുന്ന ഈ സമയം ഒന്ന് ആലോചിച്ച് നോക്കിയേ. കർക്കിടകത്തിലെ കാറും കോളും നടഞ്ഞ ഒരു സമയം, അവിടെ നിന്ന് മഴയും വെള്ളപ്പൊക്കവും എല്ലാം കഴിഞ്ഞ് ആ പ്രകൃതി ഒന്ന് ശാന്തമാകുമ്പോൾ ചിങ്ങം മഴ ചാറിച്ചെനങ്ങി എന്നല്ലേ പറയുന്നത് തന്നെ. അതായത് ആ സമയത്തുണ്ടായതായിട്ടുള്ള മഴ അതും അവശ്യമാണ് ലൈഫിൽ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ കർക്കിടകത്തിലുണ്ടാകുന്ന തകർത്ത മഴയിൽ വെള്ളം കുത്തി ഒലിക്കുമ്പോൾ മരത്തിൻ്റെ ഓട്ടകളിലിരിക്കുന്ന പോതുകൾ എന്ന് പറയില്ലേ നമ്മൾ, അതിലെ വിത്തുകൾ പോലും താഴേക്ക് ഒഴുകി വന്ന് ചളിയിൽ പൊതഞ്ഞു കിടക്കും.
അങ്ങനെ വിത്ത് പൊതഞ്ഞു കിടന്നാൽ മാത്രമാണ് ആ വിത്ത് മുളയ്ക്കാൻ പാകാവുള്ളൂ. അത് മുളച്ചു വരുന്ന സമയത്ത് പിന്നെ അങ്ങനെ മഴയുണ്ടായാൽ അത് ചീഞ്ഞു പോകും. അതുകൊണ്ട് പ്രകൃതി എന്ത് ചെയ്യുന്നു, ആ മഴേനെ അവിടെ നിർത്തിയിട്ട് ചെറിയ ചെറിയ മഴ പെയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ സ്പ്രേ ചെയ്യുകയാണ്. അധികം വെള്ളം ആവാതെ വളർന്നു പോവാം. കുറച്ച് വളർന്നെത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിന് നല്ല വെള്ളവും വേണം, നല്ല വെയിലും വേണം. അതാണ് ചിങ്ങവും കന്നിയും കഴിഞ്ഞ തുലാമാസത്തിൽ വൈകുന്നേരങ്ങളിൽ ഇടിവെട്ടി മഴ പെയ്യും, പകല് നല്ല വെയിലും വെളിച്ചമായിരിക്കും. അപ്പോൾ രാത്രിയിൽ ആ ഇടി തകർത്ത് മഴ പെയ്യുമ്പോൾ ഭൂമി ഇളകി മറിഞ്ഞ് വേര് ഇറങ്ങാനുള്ള സൗകര്യവും കൊടുക്കും. ആ വെള്ളം കെട്ടി നിന്ന് അതിൻ്റെ വേരിലൊക്കെ പിടിച്ച് നിന്ന് പകൽ വെളിച്ചത്തിൽ അതിന് ആഹാരം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളതായിരിക്കുന്ന ശക്തിയും കൊടുക്കും. അപ്പോൾ ഈ പ്രകൃതി നോക്കിക്കഴിഞ്ഞാൽ പ്രകൃതി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ആദ്യം തപസ്, പിന്നെ കഠിനാധ്വാനം, പിന്നെ സന്തോഷം. അതുതന്നെയാണ് ഓണത്തിൻ്റെ സന്ദേശം ശരിക്കും. അതുകൊണ്ട് കഠിനാധ്വാനത്തിലൂടെ ഇന്നത്തെ ലോകം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എവിടെയും ദുഃഖവും അശാന്തിയും അല്ലെ ടെൻഷനും മാത്രമേ ഉള്ളൂ മനുഷ്യന്മാർക്ക്. അപ്പം ആ ഒരു ദുഃഖത്തിൻ്റെ അശാന്തിയുടെ അവസ്ഥയിൽ നിന്ന് സുഖവും ശാന്തിയും നിറഞ്ഞ ഒരു ലോകം ഇവിടെ വരണം എന്നുണ്ടെങ്കിൽ അതിന് മഹാൻ ബലി ആവശ്യമാണ്. ആ സമർപ്പണം ഏത് വിധത്തിൽ ചെയ്യണം, അതാണ് ശരിക്കും വാമനൻ്റെയും മഹാബലിയുടെയും കഥയായിട്ട് ഇവിടെ പറയുന്നത് തന്നെ. ഈ സൃഷ്ടിയിൽ പരിവർത്തനം എന്ന് പറയുന്നത് ഒരിക്കലും മനുഷ്യന്മാരാൽ സംഭവ്യമായ കാര്യമല്ല. അത് ഭഗവാന് മാത്രമല്ല ചെയ്യാൻ സാധിക്കൂ. പക്ഷേ ഭഗവാൻ എന്ന് പറയുമ്പോൾ ആ പ്രകാശ സ്വരൂപൻ, നമ്മളോ ആത്മാക്കളോ അതെ ഈ നശിച്ചു പോകുന്ന ദേഹം മാത്രമല്ലല്ലോ, ഇതിനുള്ള ചൈതന്യമായിരിക്കുന്ന ശക്തി. ആ ചൈതന്യമായിരിക്കുന്ന ശക്തിക്ക് ശക്തി കിട്ടണമെന്നുണ്ടെങ്കിൽ ആ പരമചൈതന്യമായിരിക്കുന്ന ഭഗവാനുമായിട്ടുള്ള സമാഗമം. അതുകൊണ്ടാണ് തൻ്റെ ഭക്തനെ കാണാൻ വേണ്ടി ഭഗവാൻ ഏത് രൂപത്തിലാണ് വന്നത്? വടുവിൻ്റെ രൂപത്തിൽ, വാമനൻ എന്ന് വെച്ചാൽ ചെറിയ ഒരു രൂപത്തിലാണ് വന്നത്. വന്നിട്ട് ചോദിച്ചത് എന്തായിരുന്നു? എനിക്ക് 3 അടി മണ്ണ് വേണം എന്ന് ചോദിക്കുന്നത്. 3 അടി മണ്ണ് എന്ന് വെച്ചാൽ അർത്ഥം ആ സ്വർഗവും ഭൂമിയും പാതാളവും 3ഉം സ്വന്താക്കി എന്ന് പറയുന്നത്. ഇത് പാതാളം എന്ന് പറഞ്ഞിട്ട് ഭൂമിയുടെ അടിയിൽ അങ്ങനെ ഒരു ലോകമൊന്നുമില്ല. നമുക്കറിയാലോ, അസുരന്മാർ വസിക്കുന്ന ഒരു ലോകം. അങ്ങ് ആകാശത്ത് മേഘത്തിൽ ഇടയിലൊരു സ്വർഗമുണ്ടോ? അങ്ങനെ ഒരു സ്വർഗവും ഇല്ല, ഇങ്ങനെ ഒരു നരകവും ഇല്ല. നമ്മളൊന്ന് സയൻസിൻ്റെ യുഗത്തിലാണ് ജീവിക്കുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെയൊന്നും ഇല്ലെന്നറിയാം. പക്ഷേ മനുഷ്യൻ അവനവൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ പാതാളത്തിൻ്റെ അവസ്ഥയിൽ എത്താറുണ്ട്, അങ്ങ് സ്വർഗത്തിലിരിക്കുന്ന അവസ്ഥയിൽ വരാറുണ്ട്, സാധാരണ മനുഷ്യന്മാരെ പോലെ ഭൂമിയുടെ അവസ്ഥയിലും വരാറുണ്ട്. അപ്പം ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ നമ്മുടെ ഏറ്റവും ഉയരത്തിലെത്തുന്ന സമയവും ഏറ്റവും താഴ്ത്ത് നിൽക്കുന്ന സമയത്തും അതേപോലെ ഞാൻ നോർമൽ ലെവലിൽ പോകുന്ന സമയത്തും അവിടെ എല്ലാ സമയത്തും ഭഗവാന്റെ കൈകളിലെ സാമീപ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റുമെങ്കിൽ ജീവിതത്തിൽ എല്ലാ കഷ്ടവും സുഖമായിട്ട് പരിവർത്തനമാവും. അതുകൊണ്ട് ഈ ലോകത്തിലാണ് ഭഗവാൻ വന്ന് പരിവർത്തനപ്പെടുത്തേണ്ടത്. അല്ലാതെ ശ്രേഷ്ഠമായൊരു ലോകത്ത് ഭഗവാൻ എന്താ ഡ്യൂട്ടി ഉള്ളത്? എല്ലാവരും സുഖം അനുഭവിക്കുമ്പോൾ ആരെങ്കിലും സന്തോഷത്തിൽ ഈശ്വരനെ ഓർക്കാറുണ്ടോ? ദുഃഖം വരുമ്പോഴല്ലേ ഓർക്കുക. അപ്പം അതുകൊണ്ട് സങ്കടത്തിൻ്റെ സമയത്ത് മനുഷ്യന്മാരെല്ലാവരും ഈശ്വരനെ വിളിക്കുന്ന സമയത്ത് ദുഃഖത്തിൻ്റെ ലോകത്ത് വന്ന് ഇതിനെ സുഖത്തിലേക്ക് പരിവർത്തനപ്പെടുത്തുകയാണ്. അത് പരിവർത്തനപ്പെടുത്താൻ ഭഗവാൻ ഒരിക്കലും നേരിട്ട് തൻ്റെ കർമ്മം ചെയ്യാറില്ല. നമ്മൾ പറയാറില്ല, ഈശ്വരൻ ചെയ്യുന്നവനുമാണ് ചെയ്യിപ്പിക്കുന്നവനാണ്. എന്നുവെച്ചാൽ അർത്ഥം കർത്തവ്യം ചെയ്യാൻ വേണ്ടിയാണ് ഭഗവാൻ ഇവിടെ വരുന്നത്. ആ ചെയ്യാൻ വരുന്ന സമയത്ത് ഈശ്വരൻ തൻ്റെ മനസ്സാ വാചാ കർമ്മണ, ഓരോരുത്തരുടെ ലോകം എന്ന് വെച്ചാൽ എന്താ? ഓരോ ആത്മാവിൻ്റെ ലോകവും നമ്മുടെ ചിന്ത, നമ്മുടെ വാക്ക്, നമ്മുടെ പ്രവൃത്തി, ഇതെല്ലാം ഒരു മനുഷ്യൻ്റെ ലോകം എന്ന് പറയുന്നത്. അപ്പം സമർപ്പണം എന്ന് വെച്ചാൽ എന്തിൻ്റെ സമർപ്പണമാണ് ചെയ്യേണ്ടത്? നമ്മുടെ ചിന്തകളുടെ, നമ്മുടെ വാക്കിൻ്റെ, നമ്മുടെ കർമ്മത്തിൻ്റെ സമർപ്പണം. അത് ചെറിയ രീതിയിലല്ല, മഹാൻ രീതിയിൽ, മഹത്തായ രീതിയിൽ. അങ്ങനെ സമർപ്പണമാകുമ്പോഴാണ് ഈ ലോകം നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് മാറ്റാൻ സാധിക്കും. അതിനുവേണ്ടി ഈശ്വരൻ എന്തായാലും ഒരു നിമിത്തമായിട്ടൊരു ആത്മാവിനെ തിരഞ്ഞെടുക്കണം. ഈശ്വരൻ പ്രവർത്തിക്കണമെങ്കിൽ ഒരു നിമിത്താത്മ വേണമല്ലോ. ആ നിമിത്താത്മാവിലൂടെ പരിവർത്തനപ്പെടുത്തിയത് കൊണ്ട് സ്റ്റോറി പറയുമ്പോൾ ഒരു മഹാബലി ചക്രവർത്തിയുടെ കഥ. പക്ഷേ അതൊരു മഹാബലിയുടെ മാത്രം കഥയല്ല, നമ്മൾ ഓരോരുത്തരുടെയും കഥയാണ്. ഈ സൃഷ്ടിയുടെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള പരിവർത്തനത്തിൻ്റെ കഥയാണ്. കലിയുഗത്തിൽ നിന്ന് സത്യയുഗത്തിലേക്കുള്ള പരിവർത്തനത്തിൻ്റെ കഥയാണ്. അതിനുവേണ്ടി അതാണ് ശരിക്കും ഓണത്തിൻ്റെ ആഘോഷത്തിൽ മഹാബലി വരുന്നു എന്ന് പറഞ്ഞതിൻ്റെ രഹസ്യം. ഇപ്പൊ സിസ്റ്റർ മഹാബലിയെ കുറിച്ച് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്തിനാണ് ഈ പൂക്കളം ഇടുന്നത്? അതിന്റെ പ്രാധാന്യം എന്താണ്? എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ പുഷ്പങ്ങളും മുള്ളുകളും 2 സ്റ്റേജാണ് ജീവാത്മാവിൻ്റെ ഉള്ളിൽ. എന്നുവെച്ചാൽ ഒരാളെ നമ്മൾ എപ്പോഴാണ് ഒരു പൂ പോലെ എന്ന് പറയുക, അവരൊരു പുഷ്പം പോലെയാന്ന് പറയുക. അവരുടെ സുഗന്ധം മറ്റുള്ളവർക്ക് അനുഭവിക്കണം, മീൻസ് അവരുടെ ഗുണങ്ങൾ മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യണം. അപ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓ അവർ ശരിക്കും ഒരു ദേവതയെ പോലെ ഒരാളാണ് എന്നങ്ങനെയല്ലേ പറയുക. അപ്പോൾ നമ്മുടെ ലൈഫിൻ്റെ ഉള്ളിലും അതെ, മനുഷ്യൻ്റെ കർമ്മത്തിൽ നിന്ന് ഇപ്പോൾ നോക്കിയാൽ നമ്മൾ പറയും ചിലരോട് പെരുമാറുമ്പോൾ, ഓ എന്ത് നല്ല സ്വഭാവം അവരുടെ, അല്ലേ, എനിക്ക് അവരെ ഭയങ്കര സ്വീറ്റാന്നൊക്കെ പറയും.
നിങ്ങൾ അവർക്ക് ഇഷ്ടമില്ലാത്ത പോലും ചെയ്തു നോക്കിയേ. അതെ, അവർ മുള്ളും. അപ്പോൾ അവരുടെ ഉള്ളിൽ നിന്ന് ഈ സോഫ്റ്റായ ക്യാരക്ടറിൻ്റെ ഉള്ളിൽ നിന്ന് ഷാർപ്പായ 5 നഖങ്ങൾ പറയും. ഞാൻ ഈ പൂച്ചക്കുട്ടിയുടെ കാല് പറയാറുണ്ട്. പൂച്ചക്കുഞ്ഞിൻ്റെ കാല് പിടിക്കുമ്പോൾ എന്തൊരു സോഫ്റ്റാണല്ലേ. അതിന് ഇഷ്ടമില്ലാത്ത കാര്യം കണ്ട അത് പേടിച്ച് കഴിഞ്ഞാൽ ആ സോഫ്റ്റായ കാലിനുള്ളിൽ ഷാർപ്പായ 5 നഖം പുറത്തേക്ക് വരും. അതുപോലെയാണ് മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന്. ആ സോഫ്റ്റ്നെസ്സിൻ്റെ ഉള്ളിൽ നിന്ന് കാമക്രോധ ലോഭമോഹ അഹങ്കാരത്തിൻ്റെ ഈർഷ്യയുടെ ദേഷ്യത്തിൻ്റെ വിദ്വേഷത്തിൻ്റെ ഒക്കെ മോഹങ്ങൾ പുറത്തേക്ക് വരും. അപ്പോൾ എല്ലാവരുടെ ഉള്ളിലും എന്തുണ്ട്? ഇന്ന് മുള്ളുകളുണ്ട്. അപ്പോൾ ഈ മുള്ളുകളെ മാറ്റി നമുക്ക് പകരം പുഷ്പങ്ങളാകണം. അതിന് കാമത്തിന് പകരം ഈശ്വരനോടതായിട്ടുള്ള സ്നേഹം, സമർപ്പണം. അതാണ് സമർപ്പണത്തിൻ്റെ പ്രതീകമായിട്ട് ഓണം തന്നെ വരുന്നത്. സമർപ്പണത്തിനല്ലേ എല്ലാം പരിശുദ്ധമാവുള്ളൂ. അതുകൊണ്ട് 10 ദിവസം നമ്മൾ കൂടുന്നത്. ഈ സൃഷ്ടിയുടെ പരിവർത്തനം എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് നടക്കില്ലല്ലോ. അതിനും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജീവാത്മാവിൻ്റെ ഉള്ളിലെ ആ അഷ്ടശക്തികളുടെ സിദ്ധി നിറയ്ക്കണം. ആത്മതിൻ്റെ സമ്പൂർണ്ണതയിലേക്ക് മാറണം. അത് കഴിഞ്ഞ ശേഷം സൃഷ്ടിയുടെ പരിവർത്തനം വരണം. അപ്പോൾ ഒരു ചെറിയൊരു പീരിയഡ് എന്നുവെച്ചാൽ കലിയുഗത്തിൻ്റെ അവസാനവും സത്യയുഗത്തിൻ്റെ ആരംഭവുമായിരിക്കുന്ന സമയം, ഒരു ദിവസത്തിലെ ബ്രഹ്മമുഹൂർത്ത സമയം പോലെ കാലചക്രത്തിലെ ബ്രഹ്മമുഹൂർത്ത സമയം, ആ ഒരു ചെറിയ ഷോർട്ട് പീരിയഡിലാണ് ഈ സൃഷ്ടിയുടെ പരിവർത്തനം നടക്കുന്നത്. മുള്ളുകൾ പുഷ്പങ്ങളാകുന്നത്. അതുകൊണ്ട് ഒരു വീട്ടിൽ മാത്രമല്ലല്ലോ പൂക്കളിടുന്നത്. എല്ലാ വീടിന് മുന്നിൽ നമ്മൾ എന്താ ചെയ്യുക? പൂക്കളിടുക. അപ്പോൾ ഓരോ കുടുംബവും സ്വർഗ്ഗാക്കി മാറ്റണം. ഒരു കുടുംബം എന്ന് വെച്ചാൽ അതിൽ കുറേ വ്യക്തികളുണ്ടല്ലോ. ഓരോ വ്യക്തികളും പുഷ്പങ്ങളെ പോലെ ആവണം. ആ പുഷ്പങ്ങളെല്ലാം ചേർന്ന് പൂക്കളങ്ങളാവണം. എന്നാൽ ഈ ലോകം വലിയൊരു പൂക്കളായിട്ട് മാറ്റണം. അപ്പോൾ അതുകൊണ്ട് ആ പൂവിടുന്നതിൽ മാത്രമല്ല നമുക്ക് സന്തോഷം. നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരും അവനവൻ്റെ ലൈഫിൽ ആ ഒരു ദിവ്യ ഗുണങ്ങളെ കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ കുടുംബത്തെ ഒരു പൂന്തോട്ടം പോലെ അല്ലെങ്കിൽ ഒരു പൂക്കളം പോലെ ഒന്നിപ്പിക്കണം, സുന്ദരമാക്കണം. അപ്പോഴാണ് ഈ ലോകം എന്താവുന്നത്? സ്വർഗമായിട്ട് മാറുന്നത്. അത് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കർത്തവ്യമാണ്, അല്ലാതെ ഒരാളുടെ മാത്രമല്ല. അപ്പം അതുകൊണ്ടാണ് എല്ലാ വീടിൻ്റെ ഉള്ളിലും പൂക്കളം. പക്ഷെ ഇപ്പൊ ആൾക്കാരൊക്കെ പൊതുവെ പ്രിഫർ ചെയ്യുന്നത് പ്ലാസ്റ്റിക് പൂക്കളല്ലേ. അപ്പൊ അവരൊന്നും ഇതിന്റെ ആ ഒരു മൂല്യം അറിയാണ്ട് ചെയ്യുന്നത് കൊണ്ടല്ലേ അങ്ങനെ. ഇന്ന് ആരാണ് മൂല്യം അറിഞ്ഞ് കർമ്മം ചെയ്യുന്നതെന്ന് ചിന്തിച്ചു നോക്കിയേ. എനിക്ക് തമാശ തോന്നിയിട്ടുണ്ട്. ഒരിക്കൽ ഞാനൊരു ക്ഷേത്രത്തിൽ പോയപ്പോൾ, ഞാൻ പേരൊന്നും പറയില്ല, ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് അവിടെ ഒരു ചടങ്ങ്, ഞങ്ങളവിടെ ഒരു ചെറിയ സ്റ്റാളുണ്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റാളിൽ ഞാൻ നിൽക്കുമ്പോൾ ഒരു വരവ് വരുമല്ലോ ക്ഷേത്രത്തിലേക്ക്. വരവ് വരുന്ന സമയത്ത് ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ അതിലൊരാൾ അവർ തോർത്തുമുണ്ടെടുത്ത് താഴെ ഇട്ടു. അപ്പുറത്തെ ആൾക്കാർ ഓടി വരുന്നു തട്ടിപ്പറിക്കാൻ വേണ്ടി തോർത്തുമുണ്ട്. തമ്മിലൊരു തല്ലുണ്ടാക്കിയിട്ട് അവസാനം ആ തോർത്തും കൊണ്ട് ഈ വീണ ആളുണ്ടല്ലോ അയാൾ തോർത്തും കൊണ്ട് എടുത്ത് ഓടുന്നു. അപ്പോൾ ഞാൻ ഇതെന്ത് ചടങ്ങ്? അതൊരു തോർത്തുമുണ്ട് തല്ലുകൊണ്ട കാര്യം എന്തുള്ളത്? ഇന്നിപ്പോൾ ഒരു തോർത്ത് കിട്ടാനുണ്ടോ? അത് ഒരു ചടങ്ങാണ് പോലും. എന്ത് ചടങ്ങാണ് എന്നാലോചിക്കുക. പണ്ട് ആരുടെയും കയ്യിൽ നിന്ന് വീണിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവിടെ തല്ലുണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതൊരു സ്മാരകമായിട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. പല കർമ്മങ്ങളും ചെയ്യുന്നതുണ്ടല്ലോ മനുഷ്യന്മാർ, നമ്മുടെ ആചാരങ്ങൾ. അതിൻ്റെ ഉള്ളിലെ രഹസ്യം എന്തെന്ന് മനസ്സിലാക്കാതെ ചെയ്യുന്ന പലതുമുണ്ട്. അങ്ങനെയാണ് ഇന്ന് പലരും ചെയ്യുന്നത്. എല്ലാവരെ സംബന്ധിച്ചിടത്തോളം പുഷ്പം എന്ന് പറയുമ്പോൾ തന്നെ അത് സുഗന്ധമാണ്. അതിന് പകരം നമ്മൾ മനുഷ്യൻ്റെ മനസ്സിൽ പ്ലാസ്റ്റിക്കായി പോയില്ലേ. റിയൽ സുഗന്ധമുള്ള മനുഷ്യന്മാർ കുറഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ട് സുഗന്ധമില്ലാത്ത പ്ലാസ്റ്റിക് പൂക്കളെ കൊണ്ട് വെക്കുകയാണ്. അല്ലാതെ ആക്ച്വലായിട്ടുള്ള ആക്ഷൻ അങ്ങനെയല്ല വേണ്ടത്. അതും ഇപ്പോൾ നമുക്ക് പിന്നെ ഇറക്കുമതിയായിട്ട് ഇഷ്ടം പോലെ നമ്മൾ തന്നെ വെച്ചിട്ടില്ലേ പൂക്കൾ, നോക്കിയ ചെട്ടിപ്പൂക്കൾ ഇഷ്ടം പോലെ ഇറക്കുമതിയായിട്ട് നമുക്ക് പൂക്കൾ കിട്ടാനുണ്ട്. പക്ഷേ റിയൽ പണ്ട് അങ്ങനെയായിരുന്നില്ല. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ ഓർക്കുന്നു, തുമ്പപ്പൂ പറിച്ചും നാട്ടിലെ പൂക്കളെ പറിച്ചും ഒന്ന് പ്രകൃതിയായിട്ടുള്ളൊരു സ്നേഹം കൂടിയാണ്. പിന്നെ വസന്ത ഋതുവിനെ നമ്മൾ ആദരിക്കലും കൂടിയാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ മഴ കഴിഞ്ഞ ശേഷം ഉണ്ടാകുന്ന കൊച്ചു കൊച്ചു പൂക്കൾക്ക് പോലും സ്നേഹം കിട്ടുന്നൊരു സമയമാണ്. ഇപ്പം പിന്നെ മനുഷ്യൻ്റെ കയ്യിൽ സമയമില്ല, എല്ലാം ആർട്ടിഫിഷ്യലാക്കി മാറ്റി. അതുകൊണ്ട് തന്നെയാണ് ഓരോ ദിവസം കഴിയും തോറും എത്ര കാര്യങ്ങൾ നമ്മൾ ആർട്ടിഫിഷ്യലാക്കുന്നുണ്ടോ അത്രയും നമ്മുടെ ഹൃദയത്തിനുള്ളിലെ മൂല്യം അതിന് കുറഞ്ഞുകൊണ്ടിരിക്കും. അതിൻ്റെ മഹത്വം ഇല്ലാതായിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ട് ചെയ്യുന്നു എന്നറിഞ്ഞിട്ട് ആരും ചെയ്യുന്നേ ഇല്ല എന്നുള്ളത് സത്യം. അതുകൊണ്ടാണ് വെറും ആചരണമായിട്ട് മാറുകയാണ്. ശരിക്കും ഒരു കാര്യം ആചരിക്കാൻ ചേർത്തം കർമ്മത്തിൽ കൊണ്ടുവരിക, പ്രാക്ടിക്കലായിട്ടുള്ള കാര്യം മനസ്സിലാക്കുക, അതിൻ്റെ ആധാരത്തിൽ അതിൽ ചെയ്യുമ്പോൾ അതിന് മൂല്യം ഉണ്ടാവും. അതില്ലാതെ ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ന് നിങ്ങൾ അധപതിച്ചു പോകുന്നത്. അപ്പം നമ്മൾ സദ്യയൊക്കെയോ സത്യയുഗത്തിൻ്റെ സ്മൃതി തന്നെയാണ്. മീൻസ് ഈ സൃഷ്ടിയുടെ ആരംഭ സമയത്ത് ദൈവാത്മാക്കളുടെ ലോകമായിരുന്നു ഈ ഭാരതഭൂമി. അവിടെ എല്ലാ കുടുംബത്തിൻ്റെ ഉള്ളിലും ഒരേപോലെ സന്തോഷവും സമൃദ്ധി ഉണ്ടായിരുന്നു. അപ്പം സമൃദ്ധി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ഓർമ്മ വരിക? സദ്യ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? എല്ലാവരും സന്തോഷിച്ച് ഒത്തുചേർന്നിരുന്ന് സന്തോഷമായിട്ട് സദ്യ കഴിക്കുന്നു, നല്ല പൂക്കളങ്ങളിടുന്നു, പുതുവസ്ത്രങ്ങളും അണിയുമല്ലോ അല്ലേ? അതും കണ്ടിട്ടില്ലേ പുതുവസ്ത്രങ്ങൾ അണിയുന്നത്? എന്തുകൊണ്ടാണ്? ഈ വസ്ത്രത്തിൻ്റെ ഇമ്പോർട്ടൻസ് മാത്രമല്ല അതിനുള്ളത്, ശരീരത്തിൻ്റെ. കാരണം ആത്മാവിൻ്റെ വസ്ത്രമാണ് ഈ ശരീരം. അപ്പോൾ ഈ കലിയുഗം മാറി ഇവിടെ സത്യയുഗം വരുന്ന സമയത്ത്, നരകം മാറി സ്വർഗം വരുന്ന സമയത്ത്, മഹാബലിയുടെ കാലഘട്ടത്തിൽ ആരും ഈ പഴയ വസ്ത്രം അണിയില്ല.
അവിടെ എല്ലാവരും പുതുവസ്ത്രങ്ങളായിരിക്കും. ദേവീദേവന്മാരെ പോലെ ശ്രേഷ്ഠമായിരിക്കുന്ന വസ്ത്രങ്ങൾ അണിഞ്ഞ ലോകമാണ് സത്യയുഗം. അതുകൊണ്ട് മഹാബലിയുടെ സ്മൃതിയായിട്ട് നമ്മൾ സത്യയുഗത്തിന് പകരം മഹാൻ ബലിയിലൂടെയാണ് മഹാബലി എന്നുള്ള ചക്രവർത്തിയുടെ സ്ഥാനം കിട്ടുന്നത് തന്നെ. അതുകൊണ്ട് ലക്ഷ്മി നാരായണന്മാരുടെ കാലഘട്ടത്തിന് മഹാബലിയുടെ കാലഘട്ടമായിട്ട് നമ്മൾ സ്മരിക്കുകയാണ്. അത് നമ്മുടെ കേരളത്തിൻ്റെ മാത്രമല്ല എല്ലാവരുടെയുമാണ് ശരിക്കും ആഘോഷം. പക്ഷേ രഹസ്യം അറിയാത്തത് കൊണ്ട് കേരള ഭൂമി അതിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് മാത്രം. ഇപ്പൊ സിസ്റ്റർ പറഞ്ഞത് കലിയുഗത്തിൽ നിന്ന് സത്യയുഗത്തിലേക്കുള്ള പരിവർത്തനമാണ്. അപ്പം ഈ സത്യയുഗം എന്ന് പറയുന്നത് മഹാബലി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു കാലഘട്ടം അത് കലിയുഗമാണ്. എന്നാലും ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഓണത്തിന്റെ ഒരു സന്ദേശം എന്താണ്? വാസ്തവത്തിൽ നമ്മുടെ ലൈഫിൽ എല്ലാവരും ഒരു പറയും, ഹിന്ദിയിൽ ഒരു നല്ല രസമായിട്ടൊരു വാക്ക് പറയും, കുച്ചു ഖോന ഹെ കുച്ചു പാന ഹെ. ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും നേടണമെന്നുണ്ടെങ്കിൽ കുറച്ച് നഷ്ടപ്പെടുത്തേണ്ടി വരും, അപ്പോഴേ കുറച്ച് നേടേണ്ടി വരുള്ളൂ. ഞാൻ ഒരാളുടെ ഒരു ട്രെയിനറെ ക്ലാസ് കേട്ട് ഞാൻ ഓർമ്മിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി ആ വാക്ക്. അയാൾ പറയുകയാണ്, ആരാണോ തൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ബന്ധുക്കളെ ബലി കഴിക്കുന്നവർ, അവർ സ്വപ്നം നേടിയെടുത്ത് കഴിയുമ്പോൾ ബന്ധുക്കൾക്കെല്ലാം വേണ്ടപ്പെട്ടവരാകും. ആരാണോ തൻ്റെ ബന്ധുക്കൾക്ക് വേണ്ടി സ്വപ്നങ്ങളെ ബലി കഴിക്കുന്നവർ, അവർ കുറച്ച് കഴിയുമ്പോൾ ബന്ധുക്കൾക്ക് വേണ്ടാത്തവരും ആകും. സത്യമാണ് അല്ലേ? ലൈഫിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ലക്ഷ്യം നമുക്ക് നേടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി കുറച്ച് ത്യാഗമൊക്കെ നമുക്ക് ചെയ്യേണ്ടി വന്നേക്കാം. പലപ്പോഴും എനിക്ക് അവരങ്ങനെ ചെയ്തിരുന്നതല്ലേ, അവരുടെ കാര്യം നോക്കുകയാണ്, ഇതൊക്കെ നമുക്ക് ഒരുപാട് കേൾക്കേണ്ടി വന്നേക്കും. പക്ഷെ ഒരു ഹൈറ്റ്സ് നിങ്ങൾ നേടിക്കഴിയുമുണ്ടല്ലോ, ഒരു മരം വളരുന്ന സമയത്ത് ആ മരത്തിന് വളരാൻ വേണ്ട പോഷണം വലിച്ചെടുത്തേ പറ്റൂ. അത് വളർന്നു കഴിയുമ്പോൾ അതിലുണ്ടാവുന്ന പഴങ്ങൾ മുഴുവൻ അതിൻ്റെ ചുറ്റുമുള്ളവർക്കുള്ളത് തന്നെയാണ്. അതുപോലെ ഒരു മരമായി വളർന്നു കഴിഞ്ഞാൽ മാത്രമേ അതിൽ കിളികൾക്ക് കൂടുകൂട്ടാനും അല്ലെങ്കിൽ അണ്ണാക്കുട്ടന്മാർക്ക് കളിക്കാനും മനുഷ്യന്മാർക്ക് ഊഞ്ഞാല് കെട്ടി ആടാനും പഴം ആസ്വദിക്കാനൊക്കെ സാധിക്കൂ. അതുകൊണ്ട് മറ്റുള്ളവർക്ക് തണലേകണമെങ്കിൽ പഴം കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വളരണമെങ്കിൽ സമർപ്പണം. കാരണം നമ്മുടെ സുഖം, എനിക്ക് എൻ്റെതായിട്ടുള്ള സുഖങ്ങൾ, ചിലർ പറയും നമുക്കത് തരുന്നില്ല, നമ്മളങ്ങനെ നോക്കുന്നില്ല, നമുക്കത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു, അത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല. അത്തരം കൊച്ചു കൊച്ചു പിണക്കങ്ങൾ, ഇതിനെല്ലാം മൂല്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കലും നമ്മൾ ഇവിടെ എത്തില്ല. അതുകൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കി കൊടുത്ത് നമ്മൾ അവശ്യം എന്താണോ അത്യാവശ്യം എന്തോന്ന് തിരിച്ചറിഞ്ഞ് അത്യാവശ്യത്തിന് സമയം ചിലവഴിച്ച് ബാക്കി സെൽഫ് ഡെവലപ്മെൻറ്റിന് വേണ്ടി നോക്കിയാൽ മാത്രമാണ് ഹൈറ്റ്സിൽ എത്താൻ പറ്റുള്ളൂ. അതിന് നമ്മുടെ 3 സമർപ്പണം അത്യാവശ്യമാണ്. കാരണം ആദ്യം എൻ്റെ മനസ്സ് സമർപ്പിക്കണം. ചെറിയ കാര്യമല്ല. ഒരു ഹൈറ്റ്സിലേക്കുള്ള യാത്ര എന്ന് വെച്ചാൽ ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് അവസാനിക്കില്ല. ഒരാഴ്ചയിലത്തെ കോഴ്സാണെങ്കിൽ എല്ലാവരും പറയും ഒരാഴ്ചയല്ലേ സാരമില്ല, ഒരു മാസമാണെങ്കിൽ 1 മാസമല്ലേ ഇറ്റ്സ് ഓക്കെ, ഒരു വർഷം വരെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും, അതിനേക്കാൾ കൂടുതൽ നമ്മൾക്ക് എന്ന് തന്നെ ആയാലോ എന്ന് ചോദിക്കും. അപ്പം അതുകൊണ്ട് സ്വന്തം സങ്കല്പത്തിൽ ദൃഢതയിലൂടെയുള്ള സമർപ്പണം വേണം. ഏത് ലക്ഷ്യം ലൈഫിൽ നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ടോ ആ ലക്ഷ്യം നേടും വരെ അതിനെത്ര സമയം എന്നൊന്നും പരിധിയില്ല. കാരണം ഓരോരുത്തരുടെ കപ്പാസിറ്റി ഡിഫറെൻ്റ് ആയിരിക്കില്ലേ, ഓരോരുത്തരുടെ പൊട്ടൻഷ്യൽ വ്യത്യാസമാണല്ലോ. അതനുസരിച്ച് എനിക്ക് എഫേർട്ട് ചിലപ്പോൾ കുറച്ച് മതിയാവും, ചിലപ്പോൾ കൂടുതൽ വേണ്ടി വന്നേക്കും. അതുകൊണ്ട് ആ ലക്ഷ്യം നേടും വരെ നിർത്താതെ പരിശ്രമിക്കാൻ, അതിനുവേണ്ടി എന്ത് ത്യാഗമാണെങ്കിലും ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. ചിലപ്പോൾ നമ്മുടെ സന്തോഷങ്ങൾ ത്യജിക്കേണ്ടി വരും, ചിലപ്പോൾ നമ്മുടെ ഉറക്കം ത്യജിക്കേണ്ടി വരും, ചിലപ്പോൾ നമ്മുടെ ഉത്സവങ്ങൾ ത്യജിക്കേണ്ടി വരും, ചിലപ്പോൾ നമ്മൾ വിചാരിച്ച കൊച്ചു കൊച്ചു സന്തോഷങ്ങളെല്ലാം ത്യജിക്കേണ്ടി വരും. എന്നാലും ആ ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ നമുക്കപ്പോൾ ആഘോഷിക്കാൻ എല്ലാവരും വന്നോളും. അതുകൊണ്ട് നമ്മുടെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ധനം കൊണ്ടും ഒരു ഉയർന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്ര പോകുന്ന സമയത്ത് അവിടെ ഒരു ഭാഗത്തിന് വിട്ടുവീഴ്ചയില്ല. എല്ലാം നമ്മുടെ സംബന്ധം, സമ്പർക്കം, നമ്മുടെ സന്തോഷം, അല്ലെങ്കിൽ എൻ്റെ ധനം, എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, എൻ്റെ വാക്ക്, കർമ്മം എല്ലാം സമർപ്പിച്ചാൽ മാത്രമാണ് നമുക്ക് ആ ഒരു വലിയ ഉയരം നേടാൻ പറ്റുള്ളൂ. ഈ സമൂഹത്തിൽ നേടിയ ആളുകളെ ഒന്ന് നോക്കി നോക്കിയാൽ, നമ്മുടെ ഷാരൂഖ് ഖാൻ ആണെങ്കിലും ജീവിതത്തിൽ എന്തൊക്കെ ത്യാഗം സഹിച്ചിട്ടാണ് നേടിയെടുത്തത്. അമിതാഭ് ബച്ചൻ ആണെങ്കിൽ നോക്കി നോക്കിയേ, അല്ലെങ്കിൽ ഇന്ന് വാറൻ ബഫറ്റ് നോക്കി നോക്കിയേ. ഇന്ന് ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും ഇന്നലെ തൻ്റെ ജീവിതത്തിൽ നേടിയെടുത്ത പൃഥ്വിരാജ് മഹാരാജാവിനെ പോലവരാണെങ്കിലും അതല്ലെങ്കിൽ റാണാ പ്രതാപിനെ പോലവരാണെങ്കിലും ഏത് മഹാത്മാക്കളുടെ ചരിത്രം നോക്കിക്കോ, അവരൊക്കെ ഈ പ്രിൻസിപ്പിളിനെ സ്വന്താക്കിയവരാണ്. കുച്ചു ഖോനാഹെ കുച്ചു പാനാഹെ. അതുകൊണ്ട് ത്യാഗത്തിലൂടെയാണ് ഭാഗ്യം നമുക്ക് നേടാൻ സാധിക്കുള്ളൂ. പ്രകൃതി നമ്മളെ പഠിപ്പിക്കുന്നത് തന്നെയാണ് ത്യാഗത്തിലൂടെ ഭാഗ്യം. ഈ ലോകത്തെ എല്ലാ മഹാത്മാക്കളും നമ്മളെ പഠിപ്പിച്ച കഥ തന്നെയാണ് ത്യാഗത്തിലൂടെ ഭാഗ്യം. ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്ന പാഠവും അത് തന്നെയാണ്, ത്യാഗത്തിലൂടെ ഭാഗ്യം. ഈ സൃഷ്ടിയുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ ത്യാഗം ചെയ്യൂ, എന്നാൽ സമ്പൂർണ്ണ സൗഭാഗ്യം നിറഞ്ഞ മാവേലിയുടെ നാട്, മഹാബലിയുടെ നാട് അഥവാ സത്യയുഗം നമുക്ക് സ്വന്തമാണ്. അപ്പം അതുകൊണ്ട് ഇന്നത്തെ ലൈഫിലും നേടണമെങ്കിൽ ത്യാഗം ചെയ്യാൻ തയ്യാറാവണം. ഓണം നമ്മളോട് പറയുകയാണ്, ത്യാഗത്തിലൂടെ ഭാഗ്യം.
ഒറ്റ കാര്യം കൂടി മാത്രം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. മഹാബലി ചക്രവർത്തിനെ പുരാണത്തിലെ കഥ പറയുന്നുണ്ട്. മഹാബലി ചക്രവർത്തിനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയ ശേഷം വിഷ്ണു കാവൽക്കാരനായിട്ട് നിന്നിരുന്നുവെന്ന്. എനിക്ക് ഏറ്റവും അധികം ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള പോയിന്റ് അവിടെ തന്നെയാണ്. നമ്മൾ സമർപ്പണത്തിൻ്റെ പാതയിൽ മുന്നോട്ട് പോകുമ്പോൾ ലൈഫിൽ എന്തു നേടാൻ വേണ്ടി ആയിക്കോട്ടെ, നിങ്ങൾ ആ ഉയർന്ന ലക്ഷ്യം നേടാൻ വേണ്ടി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ മൂല്യങ്ങൾക്ക് ആധാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ, മഹാബലിയുടെ ഏറ്റവും വലിയ പ്രിൻസിപ്പിൾ എന്തായിരുന്നു? സത്യത്തിന്റെ ശക്തി. പക്ഷെ ആൾ എന്തിനാണ് പാതാളത്തിലേക്ക്? ഇപ്പൊ നമ്മളൊക്കെ എന്താ വിചാരിക്കുക, നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വർഗത്തിലേക്കാണ് പോവാന്ന്. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് വന്നത്? മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയെന്ന്. ലൈഫിൽ നിങ്ങൾ യാത്ര പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഹൈറ്റ്സിലേക്ക് പോകണമെങ്കിൽ കുറേ കാര്യം നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തണം. ആ സമയത്തുണ്ടാവുന്ന മനസ്സിൻ്റെ അവസ്ഥയുണ്ടല്ലോ, എല്ലാവരും നിങ്ങളടുത്ത് അത് പറ്റില്ല, അത് പറ്റില്ല, നിങ്ങൾ അങ്ങനെയാണ്, നിങ്ങൾ ഇങ്ങനെയാണ്, നിങ്ങൾ സ്വാർത്ഥനാണ്, നിങ്ങൾ അത് തന്നെയല്ലേ പാതാളം. വേറൊരു പാതാളം എന്ത് വരാനുള്ളത്? ജീവിതത്തിൽ ഹൈറ്റ്സിലേക്ക് പോയ എല്ലാവരും ഒരു കാലഘട്ടം അവർ പാതാളത്തിൻ്റെ ജീവിതം എന്ന് വെച്ചാൽ എന്താ പറയുന്നത്? ദുഃഖത്തിൻ്റെ ജീവിതമെന്ന്, ഒന്നുമില്ലാത്ത ജീവിതമെന്ന്. അവിടെ നിന്നല്ലേ എല്ലാം നേടിയെടുക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നത്. ആ ഒരു പരീക്ഷ പാസ്സാവാതെ IAS കാരനാവണമെങ്കിൽ വലിയ പരീക്ഷ പാസ്സാവണ്ടേ? ആ പരീക്ഷ പാസ്സാവാതെ IAS കാരനാവോ? ആ പരീക്ഷ പാതാളല്ലേ? ആ 5 വർഷം 6 വർഷം എന്ത് ആഹാരവും കഴിച്ച് ഏത് നാട്ടിലും പോയി എന്തും ചെയ്ത് എന്തൊക്കെ ത്യാഗം ചെയ്യണം ഒരു IAS പരീക്ഷ പാസ്സാവണമെങ്കിൽ? അവർക്ക് ആ സമയം ഒരു പാതാളം തന്നെയല്ലേ. അപ്പോൾ ജീവിതത്തിൽ ഹൈറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ഒരു പരീക്ഷ പാസ്സാവാതെ ആരും നേടില്ല. ആ പരീക്ഷ പാസ്സാവാതെ ഇന്നേ വരെ ആരും ഒന്നും നേടിയിട്ടുമില്ല. ആ സമയത്ത് നമ്മുടെ ലൈഫിലുണ്ടാകുന്ന ഓരോ അവസ്ഥയിലും, അതുകൊണ്ടാണ് പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുമ്പോഴും വിഷ്ണു കാവൽ നിന്നു എന്ന് പറയുന്നത്. എനിക്ക് ആ ഒരു പോയിന്റ് അത്ര ഇഷ്ടമാവാനുള്ള കാരണം അത് തന്നെയാണ്. നിങ്ങളുടെ ലൈഫിൽ വാല്യൂസിൻ്റെ ആധാരത്തിൽ, മൂല്യങ്ങളുടെ ആധാരത്തിൽ നിങ്ങൾ ഹൈറ്റ്സിലേക്കുള്ള യാത്രയിൽ പോകുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ഒറ്റപ്പെട്ടു പോയ പോലെ തോന്നിയേക്കാം. അവിടെയും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടല്ലോ. ആ ഒരു കാവൽ, ആ ഒരു കരുതൽ, ആ ഒരു സ്നേഹം നമുക്ക് തോന്നിപ്പോവും. നമ്മൾ നടക്കുന്നത് ഭൂമിയിലല്ല, ഈശ്വരൻ്റെ കയ്യിലാണെന്ന് തോന്നിപ്പോവും. ആ ഒരു സുഖം അത് വലിയ സുഖമാണ്. അതിന് സത്യം എന്നതായിരിക്കുന്ന മൂല്യം. അതാണ് മഹാബലി ചക്രവർത്തി ഞാൻ വാക്ക് പറഞ്ഞു പോയി, എനിക്കിനി മാറ്റാൻ പറ്റില്ല എന്നല്ലേ പറയുന്നത്. സത്യത്തെ തൻ്റെ കൈമുതലാക്കി മുന്നോട്ട് പോകുന്നവർക്കെല്ലാം എത്ര തന്നെ മുന്നോട്ടുള്ള യാത്ര പോകണമെങ്കിൽ പരീക്ഷ എഴുതണം. ദാറ്റ്സ് എ നേച്ചറാണ്, പ്രകൃതിയുടെ നേച്ചറാണത്. അതുകൊണ്ട് ചളിയിൽ പൊതിഞ്ഞ് കിടക്കാത്തൊരു വിത്ത് മുളയ്ക്കില്ല എന്ന് പറയും പോലെ ജീവിതത്തിൽ പരീക്ഷണം കഴിയാത്ത ആർക്കും ഒന്നും നേടാൻ കഴിയില്ല. ആ പരീക്ഷ പാസ്സാവുമ്പോൾ നിങ്ങളുടെ കാവൽക്കാരനായിട്ട് ആരുണ്ടായിരിക്കും? ഭഗവാൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് സത്യത്തിൻ്റെ പാതയിലൂടെ മുന്നേറിക്കോളൂ. ജീവിതത്തിൽ ഏത് ഹൈറ്റ്സും നമുക്ക് സ്വന്താക്കാം. കാവൽക്കാരനായിട്ടും രക്ഷകനായിട്ടും സഹായിയായിട്ടും ഒക്കെ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഭക്തൻ അത്രയും ഉയർന്ന അവസ്ഥ കൊടുക്കാൻ വേണ്ടി ആ പരീക്ഷ പാസ്സാക്കുന്നത് കാണിക്കുകയാണ്. അവിടെയും കാവലായിട്ട് ഈശ്വരൻ ഉണ്ടാവും. അപ്പോൾ പരീക്ഷ വരുമ്പോൾ പേടിക്കേണ്ട, ജീവിതത്തിൽ എന്തെങ്കിലും സങ്കടങ്ങൾ വരുമ്പോൾ വിഷമിക്കേണ്ട. ഇത് പരീക്ഷയാണ്. അതുകൊണ്ട് ഈശ്വരൻ കാവലാളായിട്ട് എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് സമാധാനിച്ചാൽ സന്തോഷമായിട്ട് നമുക്ക് പരീക്ഷ കടക്കാം. നമ്മൾ ഓണം ആഘോഷിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായി നമ്മൾ മഹാബലിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്. പക്ഷെ സത്യത്തിൽ ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല. കാരണം മഹാൻ ബലിയിലൂടെയാണ് ഒരു പുതിയ യുഗം, ഒരു ബലി, നമ്മുടെ എല്ലാം ബലി കർപ്പിച്ചിട്ടാണ് നമുക്കൊരു പുതിയ യുഗം വരുന്നതെന്ന് ഞങ്ങൾക്ക് ഇന്ന് പഠിപ്പിച്ചു തന്ന ഷീബ സിസ്റ്ററിന് ഒരുപാട് നന്ദിയുണ്ട്. ഓം ശാന്തി. ഓം ശാന്തി. ഈ ഓണത്തിന് പുതിയൊരു സന്ദേശം നമുക്കെല്ലാവർക്കും ലഭിച്ചു. ഈ ലോകത്തെ വസന്തമാക്കാനും നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തെയും വസന്തമാക്കാനും നമ്മൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.